എടാ എന്തോടാ നിനക്ക് മണിക്കൂർ വെച്ച് നഖം വളരണ്ട? നേരത്തെ അവിടെ വെട്ടിക്കൊണ്ടിരുന്നത് കയ്യിലെ നഖം, ഇത് കാലിലെ നഖം. എടാ എന്നും പറഞ്ഞ് ഉമ്മറത്തിരുന്നാണോ നഖം വെട്ടുന്നത്? ഓ, ഉമ്മറത്താകുമ്പോൾ ആരും ഇങ്ങനെ കർട്ടൻ നീക്കി നാടകം കളിക്കാൻ പറ്റില്ലല്ലോ, നാട്ടുകാർ കാണുമെന്ന് മേടിച്ചിട്ട്. അതുകൊണ്ട് സ്വസ്ഥമായിട്ടിരുന്ന് വെട്ടാന്ന് കരുതി. എന്നാ ശരി, വെട്ട് വെട്ട് വെട്ട്. ഇതെന്താ നിന്റെ കയ്യിൽ? പൂവാ? അരി വാങ്ങിച്ചപ്പോൾ ഫ്രീ കിട്ടിയതായിരിക്കും അല്ലേ? എന്താ വേണം? നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ? വിഷമിക്കണ്ടടാ, ഇവിടെ നടക്കും, നീ ശ്രമിക്ക്. ഇന്ന് തന്നെ നടക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. നിനക്ക് എന്നെ മനസ്സിലാവുള്ളൂ കൂട്ടുകാരാ. എനിക്ക് എന്നെ മനസ്സിലാവും മുത്തേ. നീ ചെല്ല്, ഓൾ ദി ബെസ്റ്റ്. ഈശ്വരാ. പിന്നെ എന്താടാ? എന്തെങ്കിലും നടക്കാൻ പോകുമ്പോ ഇടയ്ക്ക് കുന്നളയും പന്നിന്നെ. ഞാൻ വരൂല. അതെ, എന്തെങ്കിലും നടക്കാൻ പോവാണെങ്കിൽ വാതിലടക്കണം. ഓഫ് കോഴ്സ്. എല്ലാം ക്ലോസ് ആക്കിയ? എന്താടാ? എടാ, നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യാൻ നോക്കുമ്പോൾ അവർ നമ്മൾ അവോയ്ഡ് ചെയ്താൽ അത് വർക്കാവില്ലല്ലോ. അതെ, നമ്മൾ അവരോട് മുഖത്ത് നോക്കി എന്തെങ്കിലും കട്ടയ്ക്ക് പറഞ്ഞാൽ അവർക്ക് വിഷമാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരോടൊന്നും പറയാതിരിക്കുന്നത് നമ്മുടെ കടമയല്ലേ? കറക്റ്റ്. ഞാൻ പറഞ്ഞത് നീ പറഞ്ഞത് അവൾ പറഞ്ഞതെന്ന് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞത് നീ പറഞ്ഞത് മാത്രമാണ് ശരിയാണെന്ന് തോന്നിയാൽ അവൾ പറഞ്ഞത് ശരിയാണെന്ന് തോന്നില്ലല്ലോ. എന്ത്? നീ എന്ത് പണ്ടാരാടാ പറഞ്ഞു? എടാ, ഞാൻ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ആലോചിക്കാം. അതിനാണ് ആടാ, നീ പറഞ്ഞ പോലെ ഒറ്റ ഡയലോഗ് നിർത്താമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ വിചാരിക്കുമ്പോഴൊന്നും അല്ലടാ, അവൾ നല്ല കൂളാണ്. അത് നമ്മളെ കേട്ടിട്ടില്ലേ? ഗേൾ ഫ്രണ്ട് ആണെങ്കിലും ഫ്രണ്ട്സിനെ പോലെ കൂളാണെങ്കിൽ അടിപൊളിയാവുമെന്ന് കേട്ടിട്ടില്ലേ? ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ആടാ, ഈ അവളോട് സംസാരിക്കുമ്പോഴേ ഒരു പോസിറ്റീവ് വൈബാണ്. മാത്രമല്ല എൻ്റെ അവളുടെ ഐഡിയ ഒക്കെ ഏതാണ്ട് ഒരുപോലെയാണെന്ന് തോന്നുന്നുണ്ട്. എടാ, ഞാൻ എന്തിനാണാ നിന്നെ ഇത് മുഴുവൻ പഠിപ്പിച്ചിട്ട് അങ്ങോട്ട് വിട്ടത്? ഞാൻ നിന്നോടൊരു സജഷൻ അല്ലേ ചോദിച്ചോളൂ. നീ ഒരു ഐഡിയ പറഞ്ഞു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ എടുത്തില്ല. എടാ, ഇനി നീ ഐഡിയയും ചോദിച്ചോടാ തെണ്ടി. എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ നിന്നോട് ഐഡിയ ചോദിക്കാൻ പാടില്ലായിരുന്നു. ഈ പെൺകുട്ടികളുടെ കാര്യത്തിൽ നീ ഐഡിയ പറയാനായിട്ടില്ല. പോരാ. ആഹാ, 5 ഇപ്പോൾ വരാമേ. 5 അപ്പൊ നീ അവിടെ ഇറങ്ങാൻ തീരുമാനിച്ചോ? പിന്നെ പൊളിക്കും. ഞാൻ വിചാരിച്ചു നീ നന്നാകാൻ തീരുമാനിച്ചെന്നാ. അതന്നെ, അവയെ അവിടെ നിറക്കി വിടുന്നവരെ നടക്കില്ല. എടാ, നിനക്കിങ്ങനെ ശ്വാസം മുട്ടാനും മാത്രം ആ വീട്ടിൽ എന്താ നടന്നത്? നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നില്ല. അവയ്ക്ക് അന്നും ഇന്നും ഓരോ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ സാമും കൂടി ഈ പരിപാടിയായിട്ട് ഇറങ്ങിയ എന്താ? ആ വീട്ടിൽ ഒരംഗം കൂടെ കൂടും, അത്രയല്ലേ ഉള്ളൂ. നിങ്ങളോടൊക്കെ ഇത് പറയാൻ വന്ന എന്നെ വേണം പറയാൻ. എടാ, നീ ഒന്ന് സമാധാനപ്പെട്. എന്റെ സമാധാനം മൊത്തം പോയി ചേട്ടാ. കൂട്ടുകാരൊക്കെ ഓരോരുത്തരായി നന്നാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒറ്റപ്പെട്ടു പോയില്ലേ? മീനാക്ഷി വന്നപ്പോൾ തന്നെ അവയ്ക്ക് ചെറുതായിട്ട് പിശുക്ക് തുടങ്ങി. അത് പിന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഇനി സാമിന് എന്തൊക്കെ മാറ്റം വരുന്നു വിചാരിച്ചിട്ടാണ്? അയ്യോ, നല്ല വളവിട്ട് ഭാമന വളർത്തേണ്ട നിന്റെ തലയിൽ ഇങ്ങനെ കോർപ്പറേഷൻ വേസ്റ്റ് കയറ്റി ചീക്കാടാ. അവിനാഷിനെയും സാമിനെയും എനിക്കറിയാവുന്നതല്ലേ? അല്ല, നിന്നോട് ഞാൻ എന്തിനാ പറഞ്ഞത്? നിനക്കറിയാമല്ലോ. അവരെല്ലാത്തിനും കൂടെ നിൽക്കുന്നില്ലേ? പ്രത്യേകിച്ച് നിൻ്റെ ആ കൂട്ടുകാരൻ മഹാനുഭാവം വന്നപ്പോൾ അവർ കട്ടയ്ക്ക് കൂടെ നിന്നല്ലേ? ചേട്ടാ, അത് വേറൊരു തരം സപ്പോർട്ട്. ഇതിപ്പോൾ എങ്ങനെ പറയാ? ചേട്ടൻ ടൈറ്റാനിക് സിനിമ കണ്ടിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനല്ലേ എനിക്ക് ചിത്രരചനയിലൊക്കെ കമ്പം വന്നത്. ആ കപ്പലിലേക്ക് നായകൻ ആദ്യം കയറുമ്പോൾ കൂടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, ശ്രദ്ധിച്ചായിരുന്നോ? എന്നിട്ടും കപ്പൽ മുങ്ങുമ്പോൾ നായകൻ രക്ഷിക്കുന്ന ആരെയാ? ആഞ്ജനേയ ജോലിയെ. ആഞ്ജനേയ? കേറ്റ് വിൻസ്ലെറ്റിനെ. ആരാണല്ലോ എൻ്റെ മദാമയല്ലേ? അതാണ്. എന്നിട്ട് ആ കൂട്ടുകാരൻ എന്ത് പറ്റി? കപ്പലിൻ്റെ മറ്റേ കുഴൽ അവൻ്റെ തലയിൽ വീണവൻ ചത്ത്. നീ പറഞ്ഞു വരുന്നത് നിന്റെ വീട്ടിലെ നായകന്മാർക്ക് പ്രണയം തോന്നിയാൽ ടൈറ്റാനിക്കിലെ കൂട്ടുകാരനെ പോലെ തന്നെ ആവും നിന്റെ ഗതിയും എന്നാണല്ലേ? ഇപ്പോഴാണ് ചേട്ടൊരു കാര്യം മനസ്സിലായത്. എടാ പോടാ മ്ലേച്ചാ, നീ ഇങ്ങനെയാണ് ആൺകുട്ടികളെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? ഏതെങ്കിലും ഒരു പെണ്ണ് വന്ന് മണപ്പിച്ച ഉടനെ കൂടെ പോകുന്നു കൂട്ടുകാരെ വിട്ടിട്ട്? എടാ, നീ കിടക്കുന്നേ നല്ല ഉശിരുള്ള ആൺകുട്ടികളുടെ കൂടെയാ. അപ്പം മേടിക്കാനില്ലല്ലേ? ഇത് പ്രീതി ചേച്ചി. ഹലോ പ്രീതി, ഞാൻ പ്രീതിയുടെ കാര്യം ഇപ്പോൾ ഒരാളിനോട് പറഞ്ഞേ ഉള്ളൂ. അതല്ല, പ്രീതിയുടെ കൃത്യനിഷ്ഠയും സത്യസന്ധതയും അതൊക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ജോസഫേട്ടാ, എന്നൊന്ന് ബസ് സ്റ്റാൻഡിൽ വിടും. നിനക്ക് ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധയില്ല കേട്ടോ. നീ നടന്ന് പോ. പ്രീതിക്ക് ലുലു ഒന്ന് മിക്സി മേടിക്കാൻ പോവാം.
യൂട്യൂബ് ജോസഫേട്ടൻ. എടാ 11:30 ഷോ, നീ റെഡി ആവുന്നില്ലേ? അളിയാ നീ എനിക്കും ബുക്ക് ചെയ്തിരുന്ന? ഞാനിപ്പോ റെഡിയാവും. നീ എവിടെ വരുന്നു? സിനിമയ്ക്ക്. അതിന് ഞാൻ 2 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളൂ. ഞാനും മീനാക്ഷിയാണ് പോകുന്നത്. അല്ലെങ്കിൽ ഈ സിനിമ DAG കണ്ടിട്ട് എന്തിനാ, ലവ് സ്റ്റോറി അല്ലേ? അതെ. അവി ഞാൻ പെട്ടെന്ന് റെഡി ആവാം, എന്നിട്ട് പോവേ. ഞാൻ പോയി റെഡി ഞാനും പോയി റെഡി ആവട്ടെ. അതെ, വരുന്ന വഴിക്ക് ഡിന്നർ എവിടെ നിന്ന് കഴിക്കണം? ഓ അതൊക്കെ അവിയുടെ ഇഷ്ടം. ലക്കി എവിടെയാടി? ഒന്നുമില്ല. ഹലോ. ഹായ്. എടാ ലക്കി പോയപ്പോ ഈ മുറിയിൽ ഭയങ്കര മൂകതയല്ലേ? ഇന്നലെ ഞാൻ അവളെ വിളിച്ച് ഫോൺ ചെവിയിൽ വെച്ച് അങ്ങനെ ഉറങ്ങിപ്പോയി. അങ്ങനെയോ? അയ്യോ, അങ്ങനെയൊന്നും ഉറങ്ങാൻ പാടില്ല. എടി ഈ ഫോണിലെ വൈബ്രേഷൻസ് ഒക്കെ എന്ത് ഡാമേജിങ് ആണെന്നറിയോ ബ്രെയിന്. പക്ഷേ നീ കിടക്കുമ്പോൾ ഇവിടെ ആരെങ്കിലും ശ്രദ്ധിക്കാൻ വേണം. അത് ഇന്നലെ മാത്രത്തെ കാര്യാ. എന്നാലും സൂക്ഷിക്കണം. അവി കിടക്കണില്ലേ? അവിക്ക് നാളെ ഷൂട്ടുള്ളല്ലേ? കിടക്കണം. ഞാനിങ്ങനെ ഇരുന്നപ്പോ അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു ലക്കി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ലക്കി ഉള്ളപ്പോ ഞാൻ ലക്കി കെട്ടിപ്പിടിച്ച കിടക്കാറ്. ഇപ്പൊ ഞാൻ എന്താ ദീപില്ലോനെ കെട്ടിപ്പിടിച്ച് കിടക്കും. ഈ പില്ലോയോ? ഇതിനെ കെട്ടിപ്പിടിക്കാൻ ഒരു സുഖമില്ലല്ലോ. അതുമല്ലടാ, ഇതിലൊക്കെ ഉണ്ടാവും, പൊടിയൊക്കെ ഉണ്ടാവും. ഈ പൊടിയൊക്കെ നിന്റെ ശ്വാസകോശത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എന്ത് ഡാമേജിങ് ആണെന്നറിയോ? അവി ഇതവിടെ വെക്ക്. എടാ, എന്നാ നിനക്ക് വേറെ എന്തെങ്കിലും കെട്ടിപ്പിടിച്ച് കിടന്നൂടെ? അങ്ങനെ വേറൊന്നും ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ വേണമെങ്കിലല്ലേ? അവി ഒന്ന് മാറി, ഞാൻ ഒന്ന് ബാത്റൂം പോട്ടെ.